എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണം എന്നുള്ളത്. ചില ഹൃദയങ്ങൾ നിരാശ കൊണ്ട് നിറയുമ്പോൾ, ചില മനസ്സുകൾ സങ്കടം കൊണ്ട് നിറയുമ്പോൾ ദൈവം പറയുക, നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. 4-ാം സങ്കീർത്തനത്തിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി സന്തോഷിക്കാൻ കഴിയാത്ത ചിലരെ ഈ വചന വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് കാണുക. അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും വേണ്ടുന്ന വണ്ണം അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്നും ദുഃഖവും സങ്കടവും വിലാപവും നിലവിളിയും അവരുടെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തിലും അധികം സന്തോഷം കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ നിറച്ച് സന്തോഷത്തിൽ നിറച്ചു നിർത്താൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. ഈ രാവിലെ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് സന്തോഷിക്കാനുള്ള വക ഉടനെ ദൈവം ഒരുക്കി തരും. ഒരു കാലത്തും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്തും എൻ്റെ ഭൗതിക കാര്യങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്തും എനിക്ക് ആത്മീയ കാര്യത്തിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല എന്ന് നിന്റെ മനസ്സിൽ ശത്രു തോന്നലുകൾ ഇടുന്നെങ്കിൽ ഇന്നതിനെ ഓവർകം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. സ്തോത്രം. ധാന്യവും വീഞ്ഞും ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലും അധികം സന്തോഷം കൊണ്ട് നിന്റെ ഹൃദയത്തെ ദൈവം നിറയ്ക്കാൻ പോകാം. നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു വലിയ സന്തോഷം ദൈവം തരിക. ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, നിന്റെ കൂടാരത്തിനകത്ത് സന്തോഷിക്കാനുള്ള വക ദൈവം തരിക. ദുഃഖം നടമാടിയ വീടിനകത്ത്, സങ്കടം നടമാടിയ വീടിനകത്ത് ഇതാ സന്തോഷിക്കാനുള്ള വക യേശു ഒരുക്കി തരിക. മനസ്സിൽ പറഞ്ഞ, കർത്താവേ ഹല്ലേലൂയ, എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് ചില മനസ്സുകളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവാ. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിരാശയും സങ്കടവും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധിക സന്തോഷം അവരുടെ ഉള്ളത്തിൽ കൊടുക്കണം. അവർക്ക് സന്തോഷിക്കാനുള്ള വക ദൈവം കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും ആ വലിയ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തരും. ഗോഡ് ബ്ലസ് യു.